ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. നമ്മുടെ വീട്ടിലുള്ള ഒരു വെജിറ്റബിൾ മതി അതുകൊണ്ട്. അപ്പം ഒരു വൈകുന്നേരത്തിനൊക്കെ പെട്ടെന്ന് കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ചെയ്യും. ഒരു സാധനം കാണിക്കാം. ഞാനൊരു 3 പൊറ്റേറ്റോ ഉള്ളത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇത് വെന്തോന്ന് നോക്കാവേ. നല്ല സൂപ്പറായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് തൊലി പൊളിച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇതിൻ്റെ തൊലി പൊളിഞ്ഞ് വരും. എന്നിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ, ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്യുക. നമ്മുടെ ഈ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. മാഷറുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് മാഷ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുറച്ച് ബട്ടർ എടുത്ത് നമ്മുടെ ഈ മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ഇടുന്നു. പിന്നെ നമ്മൾ കുറച്ച്, ഞാൻ ഹിമാലയൻ സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ കുരുമുളകും നമുക്കൊരു, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാനൊരു ഇത്ര ഇടുന്നുള്ളൂ. എന്നിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. ഓക്കെ, നമുക്കും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേനും പിന്നെ കുറച്ചും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ എന്നാ പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബട്ടർ ഇടാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയും ബട്ടറും എല്ലാത്തിലേക്കും നന്നായിട്ട് പെരളണം. നല്ല കാര്യമുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയേക്കാം. ഒക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേസിലിൻ്റെ ലീവ്സും കൂടെ ഇടാം. അപ്പം നല്ല വേറൊരു എന്താ പറയുക, ഒരു ടേസ്റ്റ് കിട്ടും. തൈമ്, ഗാർലിക്ക്, ബേസിൽ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മളങ്ങനെ വെക്കാറില്ല. എന്നാൽ ഇവിടെ കുറച്ചുണ്ട്. ഞാൻ ഇച്ചിരി ഒരു ബേസിലിൻ്റെ ലീവ്സ് ഇടുവാണേ. അപ്പം അത്രയും വേണ്ട, കുറച്ച് മതി, കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാം കൂടെ. ഓക്കെ, ഇത് മതിയേ. ഓക്കെ, ഇനി നമുക്ക് എന്നാ ചെയ്യാൻ വേണ്ടി പോണതിന് ഇതുപോലെ നമുക്കൊരു ചെറിയ ചെറിയ ബോളുകളാക്കാം. ഇങ്ങനെ സ്മോൾ ബോൾ. ഓക്കെ, ഇതുപോലെയുള്ള കുഞ്ഞു ബോളുകളാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഗ്രില്ല് ഇവിടെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ ഉരുട്ടി അങ്ങ് വയ്ക്കുക. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഉരുട്ടട്ടെ, എന്നിട്ട് കാണിക്കാം. നമ്മളിതിവിടെ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് വെച്ച് നോക്കാം. എങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച് നോക്കാം എന്താവുമെന്നറിയാം. ഓക്കെ, ഓൾറെഡി ഇത് വെന്തമാണല്ലോ, കാരണം ഒത്തിരി നേരം വേണ്ട ആവശ്യമില്ല.
വെന്തോന്ന് തിന്ന് നോക്കിയാൽ അറിയത്തുള്ളൂ. കഴിച്ച് നോക്കാം. ഓക്കെ, നല്ല ടേസ്റ്റുണ്ട്. മുഖപ്പുറത്തിലേക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇച്ചിരി ഗാർലിക് സോസും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴിക്കുവാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പം തന്നെ ഓക്കെ വരുക ഇതൊന്ന് ടിപ്പ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സോസാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എപ്പോഴും പറയാം. ബൈ ബൈ, ടേക്ക് കെയർ.